പരിയൂട്ടിയേ ആ ഒരു പണി കിട്ടിയടോ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോ? അല്ല എനിക്ക് ശരിക്കും പണി കിട്ടിയെന്നോ? ആ അല്ലാണ്ട് പിന്നെ അല്ല ഞാൻ ഒരു പണി കിട്ടിയടാ പറഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അടങ്ങറുണ്ടായി വിചാരിച്ചു. ആ അല്ലാണ്ട് ശരിക്കുള്ള പണി അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു പണി അതായത് നമ്മുടെ കറിയാച്ച മുതലുണ്ടല്ലോ, ആ ഗൾഫിൽ പോയ കക്ഷി. മൂപ്പരിപ്പോ എന്താ വെച്ചാല് പുതിയ വീട് പണിയാണ്. ഓ ആ അപ്പൊ ഇപ്പുള്ള വീട് തന്നെ വലിയ ബംഗ്ലാവാണ് അല്ലേ? ആ അപ്പൊ അതിനേക്കാ കുറച്ചും കൂടി ഒരു വലിയ വീട് പണിയാണ്. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് വാതിലും ഇതൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുള്ള പണിയാണ്. എങ്ങനെ പോയൊരു 1.5 കൊല്ലം പണിയെടുക്കാനുണ്ടാവും. പിന്നെന്താ ശരിക്കും പറഞ്ഞ മൂപ്പരുടെ കൂടെ കൂടിയ പിന്നെ വേറെ പണി അന്വേഷിക്കണ്ട. അല്ല എന്തായാലും ഇപ്പൊ ഞാനത് ഏറ്റു നന്നായി. അപ്പൊ ഞാൻ തന്നെ മൂപ്പരുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് അതൊരു കാര്യം ചെയ്യാം, നമുക്ക് കംപ്ലീറ്റ് തേക്കിൽ ചെയ്യാം. ഇപ്പൊ തേക്കിലൊക്കെ ആകുമ്പോ എന്താ വെച്ചാൽ ഈ കൊത്തുപണിയൊക്കെ ഇങ്ങനെ ചെയ്തു വരുമ്പോ നല്ല ഫിനിഷിംഗ് കിട്ടും. പക്ഷെ തേക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാതലുള്ള മരം വേണം കേട്ടോ. കാതലുള്ള മരം വേണം. ഇല്ലെങ്കിൽ തേക്ക് സുഖമല്ല, കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഉറക്കുത്തി വീഴാനൊക്കെ തുടങ്ങും. അതിനിപ്പോ ഒന്നുകിലും നിലമ്പൂരിന്ന് എവിടുന്നെങ്കിലും ഇറക്കണം. നിലമ്പൂർ തേക്ക് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ എവിടുന്നെങ്കിലും നല്ല ഞാൻ പറഞ്ഞേ ഈ ഇവിടെ ശരിക്കും ചില വീടുകൾ അന്വേഷിച്ചു കഴിഞ്ഞാല് നല്ല തേക്ക് ചിലപ്പോ കൊടുക്കാണ്ടാവും. നാടൻ തേക്ക് കിട്ടും. മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ തേക്ക് ചിലപ്പോ വരവൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ മൂത്തത് കിട്ടണം, അതാണ് മൂത്ത തേക്ക് കിട്ടണം. എന്നാലേ നമ്മളെ പണിത പണിയാകുമ്പോ കാണുന്നു. അതെ, നിലമ്പൂർ തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരവുണ്ടാവും, ചിലത് വരവ് തേക്ക് ഉണ്ടാവും. അത് നോക്കണം, കണ്ടറിയാലോ. നമ്മള് നാട്ടിൽ നിന്ന് എടുക്കുന്ന സാധനം ആണ് നല്ലത്. നമ്മുടെ കാലാവസ്ഥക്ക് ചോദിച്ചത് നമ്മുടെ നാടൻ തേക്കാണ്. അതെ അതെ. അതെ, നിന്നെ കറിയാച്ച മോലാളി കണ്ടായിരുന്നു? അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങള് കണ്ട് ആ പണി എന്തായാലും ഏറ്റു. പുള്ളിയുടെ വീട് പണി പുള്ളി ഗൾഫിൽ നിന്ന് വന്നാണേ. ഒരു വീട് വെക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനാ പുള്ളിനോട് പറഞ്ഞ ചെല്ലപ്പനാചാരുടെ മോനാണ് വാസൂട്ടി, അവനിപ്പോ സ്വന്തമായിട്ട് മരപ്പണിയൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ആണോ? അതൊന്നും അയാള് പറഞ്ഞില്ലല്ലോ. അയാള് പറയണതിനെ ഞാൻ പറഞ്ഞിട്ടല്ലേ നിന്നെ വന്ന് കണ്ട. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റിന്റെ അല്ല, കൂടെ നടക്കണവനൊരു പണി ആയിക്കോട്ടെ എന്ന് ഓർത്ത്. പണി ഒത്തു. അതെ, ആ ജോസഫ് സേവർ ഡോക്ടറുടെ വീടില്ലേ, അതിനൊക്കെയാണെ വലിയ വീട് വെക്കണമെന്നാണ്. അതായത് ആ ഏരിയയിലെ ഏറ്റവും വലിയ വീട് അത് കറിയാച്ചന്റെ വീട്. ഒരു നിവർത്തിയില്ലാതെ നടന്ന വെച്ച ആളാണ് ഇവിടെ. ഇപ്പൊ ഗൾഫിൽ പോയി എന്തോ അറബീനൊക്കെ വലിപ്പിച്ച ആള് രക്ഷപ്പെട്ടു. കായ് ഉണ്ടായ പിന്നെ എന്താണ്, കായ് ഉണ്ടെങ്കിൽ എന്തോ ആവാലോ. ജോസുട്ടിയെ, ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് തേക്കിൽ പണിയാന്ന് പറഞ്ഞു മൂപ്പന്റെ അടുത്തേ. അപ്പോ തേക്കിലായിക്കോട്ടെ സമ്മതിച്ചിട്ടുണ്ട്. എന്തിൽ വേണേലും പൈസ ഒരു വിഷയമില്ലാട്ടെ. ഇല്ലില്ല. അപ്പൊ നമുക്ക് നല്ല തേക്ക്, മൂത്ത തേക്ക് സംഘടിപ്പിക്കണം. ഇപ്പൊ വീടുകളിലൊന്നും തേക്ക് മുറിക്കാൻ പറ്റിയ പാകത്തിലുണ്ടാവും. അല്ല, അന്വേഷിച്ചാ കിട്ടും. അനുമതിയൊക്കെ മേടിക്കണമെന്നത് ഫോറസ്റ്റിന്റെ. അല്ല, നിനക്ക് ചായ വേണ്ടേ? ചായ വേണ്ട വേണ്ട, ഞാനിപ്പോ ചോദിക്കാൻ മറന്നു. വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ വഴിന്ന്. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. ആഞ്ഞിലി പറ്റുമോ? ആഞ്ഞിലി കുഴപ്പമില്ല, പക്ഷെ നല്ല വലിയ ആഞ്ഞിലി കിട്ടണം. നല്ല ഉഗ്രം കാതലുള്ള ഒരു ആഞ്ഞിലി കൊടുക്കാണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുഗുണ മുതലാളിയില്ലേ. ആഞ്ഞിലി നല്ല വരാട്ടാ, നല്ല ഫിനിഷിംഗാ. നല്ലതാ. എന്നാ ആഞ്ഞിലി ഉണ്ടോരണം. എവിടെ? സുഗുണന്റെ അവിടെ മറ്റേ പുഷ്പയുടെ വാല് അത് കിട്ടുവോ? അയാൾ എന്നെ കണ്ടപ്പോ പറഞ്ഞാണ്, ജോസൂട്ടി ഒരു വലിയൊരു ആഞ്ഞിലി കൊടുക്കാനുണ്ട്, ആരെങ്കിലും ഉണ്ടെന്ന് ആളെ കൊണ്ടുവന്നോന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അതും പുഷ്പനോട് ചോദിക്കേണ്ടി വരും. പുഷ്പ പറയാതെ അയാൾ കൊടുക്കാണ്ടെന്നൊന്നും പറയൂല. അതും പറയില്ല. എന്നൊരു കാര്യം ചെയ്യാലോ, നമുക്ക് അത് പോയി നോക്കാം. നാളെ പോയി നോക്കാതെ നോക്കണം. വാസേട്ടാ, നാളെ പോകാൻ പറ്റില്ല. നാളെ എനിക്ക് PSC ടെസ്റ്റ് ഉള്ളല്ലേ. അത് നമ്മൾ കോട്ടയത്തും ഉണ്ട്. ഇന്നലെ പറഞ്ഞല്ലേ. അത് വേറെ ആരെങ്കിലും കൂട്ടിട്ട് പോവാ. അയ്യോ, അത് പറ്റൂല. എനിക്ക് ഒറ്റയ്ക്കൊന്നും അത്രയും ദൂരം പോകാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നത് മുറിച്ചുകൊണ്ട് പോകും. അത്ര കണ്ണായ സാധനമാണ് അത്. വല്ലപ്പോഴൊക്കെ പോയാൽ കിട്ടൂല. ഒരു കാര്യം ചെയ്യ് പരികുട്ടിയെ, നീയും കൂടെ ഒന്ന് ചെല്ലി. എന്നിട്ട് ആ ആഞ്ഞിലി മരത്തിന്റെ എത്ര കണ്ടുണ്ട് എന്നുള്ളത് എന്റെ അടുത്ത് മറ്റേ ടേപ്പൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അളവൊന്നും എടുത്തിട്ട് പോരും. അപ്പൊ ഏകദേശം ഇത്ര ചുറ്റളവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മരത്തിന്റെ ഒരു ഇത് കിട്ടും. പുള്ളി തന്നെ എന്തിനാണ് ആഞ്ഞിലി കൺട്രോളർ അടിക്കുന്നത്? പിന്നെ മരത്തിനെ കുറിച്ച് വല്ലതും അറിയാമോ?
നീ വന്ന് നോക്കിയാൽ അത് ശരിയാട്ടാ, ഓൻ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ മരത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ വട്ടം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരു പോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെച്ചാൽ ഒന്ന് തട്ടി വയ്ക്കാല്ലോ അറിയാം. അല്ലാണ്ട് നമ്മളൊന്നും പോയിട്ട് ഒരു കാര്യം ഒന്നും വേണ്ട. അതിന്റെ ഒരു അളവ്, ചുറ്റളവ് ഒന്നുമില്ലെങ്കിൽ പരികുട്ടി പറ്റുമെങ്കിൽ ഒരു കയറെടുത്തിട്ട് പിടിച്ചാൽ പോയാൽ മതി. ആയിക്കോട്ടെ, ഒരു കയറ് കൊണ്ട് ചുറ്റളവ് എടുക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിന്റെ ഒരു തൊലിയും കൂടി കുറച്ച് എടുത്തു. എന്താ കഷായം വെക്കണ്ട? അല്ല, ആ തൊലി കണ്ടറിയാം മരത്തിന്റെ മൂപ്പൈ. ഉള്ളിയും എടുത്തു വീതുള്ളി. വീതുള്ളി അതാ ഇവിടുന്ന് എന്തുകൊണ്ടേലും ചൊരണ്ടിയാ മതിയടോ. ഒരു ഇച്ചിരി അടുത്ത് എടുത്തോണ്ട് വന്നാൽ മതി. അത് ഞാൻ ചെയ്തോളാം. അപ്പൊ എന്നിട്ട് മറ്റന്നാ പോയി നമുക്ക് വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്യാം. ആയിക്കോട്ടെ. ഇയാളുടെ അടുത്ത് അപ്പൊ തേക്കല്ല ആഞ്ഞിലിയാന്ന് പറയണ്ടേ? അതൊന്നും കുഴപ്പമില്ല. പണിയാവണം, അതിൽ അത്രേ ഉള്ളൂ. ഫ്രണ്ട് വാതിലിന് മാത്രം തേക്ക് മതി, ഉള്ളിലൊക്കെ ആഞ്ഞിലിയാണ് ബെസ്റ്റ്. പിന്നെ ഞാൻ വന്നതേ നമ്മുടെ മറ്റേ ആ സുരേന്ദ്രൻ മോലാളിയില്ലേ, പുള്ളിയുടെ വീട്ടിലൊരു കുറ്റിയടി ഞാൻ പിടിച്ചിട്ടുണ്ട്. പുള്ളി വീടിന്റെ മുമ്പിൽ ഒരു കട എന്തോ പണിയാൻ പോകുന്നുണ്ട്. അപ്പൊ ബുധനാഴ്ച നിന്നെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നത്. ബുധനാഴ്ച എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതിന് പോണത് പണിയല്ലേ? അല്ല, അതൊന്നും അതൊക്കെ വലിയ തോറ്റെന്ന് പറയാൻ പിന്നെ എഴുതിയെന്ന്. അപ്പൊ ഞാൻ ആഞ്ഞിലിയുടെ അളവ് നാളെ എടുത്തോളാം. ബുധനാഴ്ച സുരേന്ദ്രൻ മോലാളുടെ കേട്ടോ. എനിക്ക് വന്നണ്ടേ ഞാൻ ടേപ്പായിട്ട്. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താ ഇവിടെ നേരം? ഡ്രോയർ 100 അടിക്കാനോ? അടിച്ചോ.